തിരുവനന്തപുരം അമ്പലമുക്ക് വിനീത കൊലപാതക കേസിൽ പ്രതി രാജേന്ദ്രന് വധശിക്ഷ വിധിച്ചു. തിരുവനന്തപുരം 7ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. വിവിധ വകുപ്പുകളിൽ ജീവപര്യന്തം കഠിന തടവ് അടക്കം അധിക ശിക്ഷയും പ്രതി അനുഭവിക്കണം. ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ ശാസ്ത്രീയ തെളിവുകൾ നിരത്തിയാണ് പ്രതി ചെയ്തത് അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യമെന്ന് പ്രോസിക്യൂഷൻ തെളിയിച്ചത്. പഹൽഗാം കൂട്ടക്കൊലയിൽ ജീവൻ നഷ്ടമായവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ 1 മിനിറ്റ് മൗനം ആചരിച്ച ശേഷമാണ് കോടതി ശിക്ഷാവിധി പ്രഖ്യാപിച്ചത്. തമിഴ്നാട്ടിലെ 3 കൊലപാതകങ്ങൾ, തിരുവനന്തപുരം അമ്പലമുക്കിലെ വിനീത കൊലക്കേസ്, അങ്ങനെ 4 കൊലപാതകങ്ങൾ ചെയ്ത പ്രതി രാജേന്ദ്രൻ യാതൊരു ദാക്ഷിണ്യവും അർഹിക്കുന്നില്ലെന്ന് കോടതി കണ്ടെത്തി. അതേ തുടർന്നാണ് വധശിക്ഷ കോടതി വിധിച്ചത്. അമ്പലമുക്കിലെ ചെടിക്കട ജീവനക്കാരിയും നെടുമങ്ങാട് സ്വദേശിയുമായ വിനീതയെ തിരുവനന്തപുരം നഗരത്തിൽ വെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ ഹീനത കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചു. മാനസാന്തരത്തിന് ഒരു സാധ്യതയുമില്ലെന്ന് ബോധ്യപ്പെട്ട കോടതി തൂക്കുകയറിൽ കുറഞ്ഞൊരു ശിക്ഷയ്ക്ക് പ്രതി അർഹനല്ലെന്ന് തീരുമാനിക്കുകയായിരുന്നു. കേസിലെ ഏകപ്രതി തമിഴ്നാട് സ്വദേശി രാജേന്ദ്രനെ മരണം വരെ തൂക്കിലിടാൻ 7ാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് പ്രസൂൺ മോഹൻ വിധിച്ചു. മോഷണക്കുറ്റത്തിന് ജീവപര്യന്തമടക്കം അധിക ശിക്ഷയും വിവിധ വകുപ്പുകളിൽ വിധിച്ചിട്ടുണ്ട്. കൂടാതെ 4 ലക്ഷം രൂപ പിഴയും എടുക്കും. കവർച്ചയ്ക്ക് ജീവപര്യന്തം കഠിന തടവും 4 ലക്ഷം രൂപ ഫൈനും. 447 സെക്ഷൻ, അതിന് 3 മാസവും 500 രൂപ ഫൈനും. പിന്നെ തെളിവുകൾ നശിപ്പിക്കലിന് 7 വർഷവും 10,000 രൂപ ഫൈനുമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഫൈൻ എടുക്കുമ്പോൾ അതിൽ നിന്ന് 4 ലക്ഷം രൂപ വിനിതയുടെ കുട്ടികൾക്കും കൊടുക്കണമെന്നാണ് കോടതി പറഞ്ഞത്. കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന മകളെ കൊന്ന പ്രതിക്ക് വധശിക്ഷ ലഭിച്ചതിൽ കുടുംബത്തിനും ആശ്വാസം. വിനീതയുടെ മാതാപിതാക്കളും 2 മക്കളും ശിക്ഷാവിധി കേൾക്കാൻ കോടതിയിലെത്തിയിരുന്നു. വധശിക്ഷയില്ലാതെ ഇവൻ ജയിലിൽ ജീവപര്യന്തം ഇവന് കൊടുക്കണമെന്ന് വെച്ചാൽ ഇവൻ പരോളിലിറങ്ങി ഒരു ഇതുമില്ലാതെ ഇവൻ ചെയ്തിട്ട് പോകും. കുറ്റമറ്റ കുറ്റാന്വേഷണത്തിലൂടെ പ്രതിയെ കണ്ടെത്തിയ തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ അന്വേഷണ മികവും പ്രതിക്ക് വധശിക്ഷ നേടിക്കൊടുക്കുന്നതിൽ നിർണായകമായി. വിധി നല്ല വിധിയാണ്. ഒരുപാട് എഫർട്ട് എടുത്തിട്ടാണ് ബോത്ത് ഇൻവെസ്റ്റിഗേഷൻ സൈഡ് ആസ് എല്ലാ ഓഫീസേഴ്സും ഒരുപാട് ശ്രമിച്ചിട്ടാണ് ആവശ്യമായ തെളിവുകളെല്ലാം കളക്ട് ചെയ്തത്. 2022 ഫെബ്രുവരി 6-നാണ് പേരൂർക്കട അമ്പലമുക്കിലെ ചെടിക്കട ജീവനക്കാരി വിനീതയെ പ്രതി രാജേന്ദ്രൻ കൊലപ്പെടുത്തിയത്. 4.5 പവൻ സ്വർണ്ണമാല കവരാൻ വേണ്ടിയായിരുന്നു മനസ്സാക്ഷിയെ നടുക്കിയ ക്രൂരകൃത്യം. തമിഴ്നാട്ടിലെ അരുവാൾ മൊഴിയിൽ കസ്റ്റംസ് ഓഫീസറെയും കുടുംബത്തിനെയും കൊന്ന കേസിലും ഇയാൾ പ്രതിയാണ്. ആ കേസിൽ ജാമ്യം നേടി മുങ്ങിയാണ് ഇയാൾ തിരുവനന്തപുരത്തെത്തിയത്. മുൻപരിചയമില്ലാത്ത വിനീതയെ പണത്തിന് വേണ്ടിയാണ് കൊന്നത്. 100 കണക്കിന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് പ്രതിയിലേക്കെത്തിയത്. അനൂപിനൊപ്പം R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.